ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. ഇനി നമ്മൾ മത്തിത്തല പൊരിച്ച് കഴിക്കാൻ പോവാം. എങ്ങനെയുണ്ട് നോക്കാം. പണ്ട് മുതലേ ഞാൻ ഇങ്ങനെ വിചാരിക്കലുണ്ട്, മത്തിത്തല മാത്രം മുറിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചാടുന്നു, അല്ലെങ്കിൽ പൂച്ചക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ നായ്ക്ക് കൊടുക്കുന്നു. ഇതൊക്കെയായിരുന്നു. മത്തിത്തലയും കൊണ്ട് ഒരു റെസിപ്പിയും ഞാൻ കണ്ടിട്ടില്ല. അപ്പം നോക്കുമ്പോൾ അതാ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു മത്തിത്തല പൊരിച്ചിട്ട് കഴിക്കുന്നത്. അപ്പം ഞാൻ വെച്ച് ഏതായാലും അത് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ച് മത്തിത്തലയൊക്കെ കഴുകി വൃത്തിയാക്കി കുട്ടപ്പന്മാരാക്കി അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് നല്ല രീതിയിൽ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മളെ മത്തിത്തലയന്മാരെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നല്ല പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല മൊരിഞ്ഞിങ്ങനെ ഇങ്ങനെ മത്തിത്തല ഇടുമ്പോൾ ഒരു ചിരിചിരിയാന്നുള്ളൊരു ഒച്ചയുണ്ട്. അങ്ങനെ ഒച്ചയൊക്കെ കേട്ട് നല്ല ക്രഞ്ചി ആയിട്ട് മോരിച്ചെടുത്ത മത്തിത്തലക്കുട്ടന്മാരെ കഴിക്കുമ്പോഴുള്ളൊരു ടേസ്റ്റില്ലേ, ഞാൻ ഫസ്റ്റ് ടൈം കഴിച്ചതാണ്, അടിപൊളിയാണ്. ഇതാണ് നമ്മുടെ പൊരിച്ച് കഴിഞ്ഞിട്ടില്ലേ മത്തിത്തലയുടെ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പൊന്നൂനാണ് ഞാനത് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായത്. പൊന്നു സൂപ്പറാണെന്നാണ് പറഞ്ഞത്. ആദ്യമായിട്ടാണ് പൊന്നും കഴിക്കുന്നത്. ഞാനേ കഴിച്ചിട്ട് അപ്പം പിന്നെ എങ്ങനെയാണ് പൊന്നു കഴിക്കുക. അപ്പം ഞാനിത് കണ്ടത് ഒരു യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ആ കുട്ടി ചെയ്ത വീഡിയോ കണ്ടപ്പം എനിക്ക് തോന്നി ഒന്ന് ചെയ്തു നോക്കണം. കാരണം എനിക്ക് മീൻ കഷ്ണത്തെക്കാൾ കൂടുതൽ എനിക്ക് മീൻ തലയാണ് ഇഷ്ടം. അപ്പം ഞാൻ വെച്ചു ഏതായാലും മത്തിത്തല ഇതുവരെ കഴിച്ചിട്ട് ഇങ്ങനെയൊന്ന് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. അടിപൊളിയാണ്. ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.